Good afternoon, everyone. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, we can start. Where are you sharing? Signing here. Yes, please. Good afternoon, everyone. My name is Shafina. Welcome to today's online class. I am excited to learn and explore with all of you. First, let's welcome our teacher, Jisha ma'am. We are grateful for your guidance and wonderful class sessions. And a big hello to my all classmates. It's great to learn together. Today we will discover new things and have fun. Let's make this wonderful learning experience. Thank you, ma'am. Ma'am, thought of the day parnote. Please. Okay, ma'am. Good afternoon, everyone. Today's thought is, you are confined only by the walls you build yourself. നമ്മുടെ പരിമിതികൾ നിശ്ചയിക്കുന്നത് നമ്മളായി സ്വയം തീർക്കുന്ന മതിലുകളാണ്. This quote means that most of our limits are created by our own fears or doubts. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും സംശയങ്ങളുമാണ് ഈ മതിലുകൾ തീർക്കുന്നത്. നമുക്ക് ഈ മതിലുകൾ പൊളിച്ചെടുക്കാൻ പറ്റിയാൽ തീർച്ചയായും നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. സ്വയം വിശ്വസിക്കുക, കഠിന പ്രയത്നം ചെയ്യുക, എല്ലാം നേടിയെടുക്കാൻ പറ്റും. താങ്ക് യു മാം. സോ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ സെമിനാർ എടുക്കാൻ അറിയുന്നുണ്ടോ? ബിക്കോസ് പി ജിയുടെ ഇതായിട്ട് നിങ്ങൾക്ക് ഒരു സെമിനാർ ഉണ്ടാവും. ക്ലാസ്സിൽ പറ്റുന്നവരെ മാക്സിമം എടുത്തു പോവുക. ഓക്കെ, എനിവൺ? Ma'am, basic principles for effective supervision. ഓക്കെ, എടുക്കാൻ റെഡിയാണോ? Ma'am, നോക്കാം. നല്ലതായിട്ട് പ്രിപ്പയർ ആയെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം വാല്യൂ ചെയ്ത് മാർക്ക് ഇടുന്നുണ്ട്. പ്രാക്ടിക്കൽ സെഷനിൽ ഒരു സെമിനാർ വരുന്നുണ്ടല്ലോ. I will try to my best, ma'am. സോ ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്കാം മാം, ഞാൻ തുടങ്ങാം. എന്നിട്ട് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റീജാം. ഒരു ചെറിയ ഭാഗം എടുക്കുന്നുള്ളൂ, ബേസിക് പ്രിൻസിപ്പിൾ ഫോർ എഫക്റ്റീവ് സൂപ്പർവിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂപ്പർവിഷൻ എന്ന വാക്കിനെ പറ്റി ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറയാം. സൂപ്പർവിഷൻ എന്താണ്? ഈ സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർവിഷൻ നമുക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദ വിഷൻ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ നോർമൽ ഹ്യൂമൻ ഐസൈറ്റ്. ഒരു സാധാരണ ഹ്യൂമൻ ഐസൈറ്റിനെക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ, സംതിങ് എക്സ്ട്രാ. അത് നമുക്ക് പറയാം. ചിലപ്പോൾ ഈ സൂപ്പർമാനെ സ്പൈഡർമാനെയൊക്കെ നമുക്ക് സൂപ്പർവിഷൻ ഉള്ള ആൾക്കാരാവും എന്ന് പറയാം അല്ലെ. എന്തെങ്കിലും സാധനം കാണുമ്പോൾ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തുറന്നു നോക്കാനുള്ള ഒരു ജിജ്ഞാസ അവർക്കല്ലേ കൂടുതൽ ഉണ്ടാവുക.
ബട്ട് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഓവർസീയിങ് ഓർ മാനേജിങ് ടു അതേഴ്സ് എന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മാനേജർ സൂപ്പർവൈസ് എംപ്ലോയീസ് അറ്റ് വർക്ക്. ഒരു മാനേജർ അവരുടെ എംപ്ലോയീസിനെ ഒരു വർക്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നു. ദാറ്റ്സ് അത്രയേ ഉള്ളൂ. രണ്ടാമത് ഒരു കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എങ്ങനെ നമുക്ക് ഒരു എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ മേൽനോട്ടം എന്നത് അധ്യാപന പഠന പ്രക്രിയയെ നയിക്കൽ, പിന്തുണയ്ക്കൽ, മെച്ചപ്പെടുത്തൽ എന്നീ പ്രക്രിയകളെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി കൈവരിക്കുന്നുണ്ട് ഉറപ്പാക്കാൻ സ്കൂളിലെ ചില നേതാക്കൾ, അത് സ്കൂളിലെ ലീഡേഴ്സ് ഓർ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ അധ്യാപകരുമായി പ്രവർത്തിക്കുന്ന നമുക്കറിയാം ചില ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൂപ്പർവിഷന് വേണ്ടി വരാറുണ്ടല്ലേ. അവരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ സ്കൂളിലുള്ള ആളല്ല, പക്ഷെ നമ്മൾ അധ്യാപകരെ എത്രത്തോളം ആ ഒരു അധ്യാപന പ്രവൃത്തിയെ നല്ലോണം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നിട്ട് നോക്കുന്ന ചില ആൾക്കാരാണ് സൂപ്പർവൈസർ. അതും ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു സൂപ്പർവൈസറാണ്. അങ്ങനെ അധ്യാപന പ്രക്രിയയും കുട്ടികളുടെ പഠന നിലവാരത്തെയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ മേഖലയിൽ നടത്തുന്ന സൂപ്പർവിഷൻ. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള സൂപ്പർവിഷൻ. ഞാൻ ഒരു ഡെഫിനിഷൻ ഒന്ന് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് പറയാനുള്ളത് ഈ എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിൽ സൂപ്പർവിഷൻ നടത്തുന്നത്? എന്തിനൊക്കെയാണ്? വിദ്യാഭ്യാസത്തിന്റെ മേൽനോട്ടം വഹിക്കുക, പിന്നെ അതിന്റെ നിരീക്ഷണം നടത്തുക, അതിൽ വിലയിരുത്തൽ നടക്കുക, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, പിന്നെ സഹകരണം എന്നിവയുടെ ആ സ്കൂളിൽ എത്രത്തോളം കാര്യങ്ങൾ നല്ല ഉദ്ദേശപൂർണ്ണവും ആസൂത്രിതമായി നടത്തുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ഈ എഡ്യൂക്കേഷൻ സെക്ഷനിൽ നടത്തുന്നത്. ദെൻ പറഞ്ഞ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ബേസിക് പ്രിൻസിപ്പിൾ ഫോർ എഫക്റ്റീവ് സൂപ്പർവിഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണ്. ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറും കൊണ്ട് നമുക്ക് എങ്ങനെയാ ഒരു ബെറ്റർ സൂപ്പർവിഷൻ ഉണ്ടാവുക? ദ സറൗണ്ടിങ് ഷുഡ് ബി മെയ്ഡ് സ്ട്രെസ് ഫ്രീ ആൻഡ് മോട്ടിവേഷണൽ. നമ്മുടെ ചുറ്റുപാട് എന്തായിരിക്കണം? നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കണം അല്ലെ. എൻവയോൺമെന്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കണം. എന്നാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുപാട് ഒരു പോസിറ്റീവ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് ആ കാര്യം വൃത്തിയായിട്ട് ചെയ്യാനാവില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചുറ്റുപാടുള്ള ആൾക്കാര് കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം അല്ലെ. ദെൻ സപ്പോർട്ട് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് വേണം. പിന്നെ ടീച്ചേഴ്സ് ആർ മെയ്ഡ് ഫോർ ഓപ്പൺ ടു ഫീഡ്ബാക്ക്. ടീച്ചേഴ്സ് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് അവർ ചെയ്യുന്നതിന് അവർക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക്, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് മാക്സിമം ആണ്. അതുകൂടാതെ വേറെ ആരെങ്കിലും അതിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമ്മൾ ആഗീകരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം അല്ലെ. എന്തെങ്കിലും പോസിറ്റീവായി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിലും അതെല്ലാം ചെയ്യണം. അതാണ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്താ ചെയ്യുന്നത്? ലൈക്ക് മാം ഒരു അസൈൻമെന്റ് തന്ന മാതിരി നമ്മളെ ഹാപ്പിനെസ് നമ്മളെ കൈമണ്ടോ അല്ലോ പുറമെയോ ആ സിറ്റുവേഷന് ഇതിലൊക്കെ കമ്പയർ ചെയ്യാലോ ഹെൽത്തി അറ്റ്മോസ്ഫിയർക്കും. അവർക്ക് കൊടുത്തിനൊന്നും ഇല്ല അറിയാല. നമ്മ ഇപ്പൊ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മീൻസ് ഇപ്പൊ നമ്മളെ വീട് ചുറ്റുപാടെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മളെ വീടിന്ന് എടുത്തപ്പോ നമുക്ക് ഒരു എന്ത് പറയാ കംഫർട്ടബിൾ വേണം. എന്ത് പറയാ ഒരു സൈലൻസ് ഞമ്മ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ അറ്റ്മോസ്ഫിയറോ ഞമ്മ ഉദ്ദേശിക്കുന്നത്? ഹെൽത്തി അറ്റ്മോസ്ഫിയർ പറഞ്ഞാൽ ജസ്റ്റ് സൈലൻസ് മാത്രമല്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ എല്ലാവരും നിശബ്ദമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആവുമോ? അപ്പൊ നമ്മളും അതേപോലെ പെട്ടെന്ന് മിണ്ടാതിരിക്കും, അതായിരിക്കില്ലേ. അല്ലാതെ നമ്മളോട് ഒരു ഒക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെപ്പോലെ അവർ ചിരിച്ചുകൊണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കില്ലേ. അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരും മുഖമൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് നമ്മൾ മൈൻഡ് ആക്കാതെ ഇരിക്കുമ്പോൾ അതാണോ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആവുക? അല്ലെങ്കിൽ എല്ലാവരും വാ ഒന്നും വേണ്ട, നമ്മളൊരു കല്യാണ വീട്ടിൽ തന്നെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്തില്ലേ നമുക്ക് വേറെണ്ടായിരുന്നു എന്നുള്ളൊരു മൈൻഡ് അല്ലേ വരിക ഓട്ടോമാറ്റിക് ആയിട്ട്. അതേപോലെ തന്നെയാണ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ. അതിൽ ആ ഒരു പോസിറ്റീവ്നെസ് വേണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു കിട്ടും എന്ന് പറയുന്നില്ലേ. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നമുക്കൊരു പരിധി വരെ അത് തിരിച്ചു കിട്ടും. പിന്നെ സപ്പോർട്ടീവ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരാൾ കുറച്ച് മേലെയാണ്, നമ്മൾ കുറച്ച് താഴെയാണ്, അങ്ങനെ അത് നമ്മൾ കുറേ കാലമായി ഇവിടെ നിൽക്കുന്നത്, അവരിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ സപ്പോർട്ടീവായിട്ട്
മുന്നേറുകയാണെങ്കിൽ തന്നെ ആ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മാറും. ഓക്കെ അങ്കിത? ഓക്കെ, ദെൻ അതാണ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സ്റ്റാഫ് ഓറിയന്റേഷൻ. ദ നേച്ചർ ഓഫ് വർക്ക് മസ്റ്റ് ബി സ്റ്റാർട്ടഡ് അറ്റ് ക്ലിയർ ടേംസ്. സ്റ്റാഫ് ഷുഡ് ബി മെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് to them. The new staff must be given to the necessary orientation. They should have schedule to kind where to get information and materials to help them perform the work satisfactorily all. അതെന്താന്ന് വെച്ചാൽ സ്റ്റാഫ് ഓറിയന്റേഷൻ, നല്ലൊരു ടീം ഓറിയന്റ് ചെയ്യുമ്പോഴാണ് അവരുടെ എയിം കുറച്ചും കൂടെ പീസ്ഫുൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു 5 ആളുള്ള ഒരു ടീമിൽ 5 ആൾക്കും 5 ഉദ്ദേശമാണെങ്കിൽ നമുക്ക് തന്ന ഒരു വർക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാൾ എനിക്ക് ഇന്ന് നേരത്തെ പോകണം, അത് കാരണം എങ്ങനെയും ചെയ്തു തീർക്കണം. ഒരാളായാലും മാക്സിമം ഡെഡിക്കേഷൻ ആയിരിക്കും. ചില ആൾക്കാർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഓക്കെ, എന്തായാലും നമുക്ക് നമ്മളെ വിഷയമല്ല, നമുക്ക് ഈ ടൈം അവിടെ ഇരിക്കുക, നമ്മൾ പോവുക. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഓറിയന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫ് മെയിൻ അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നൊരു എന്താ പറയുക ഒരു എയിം ഉണ്ടെങ്കിൽ അത് എത്ര ടൈമും കൊണ്ട് എഫക്റ്റീവായിട്ട് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാന്നുള്ള ഒരു എയിം നമ്മൾ വെക്കണം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഒക്കെ വെക്കണം. അതിലാണ് ഈ സ്റ്റാഫ് ഓറിയന്റേഷൻ വരുന്നത്. ഒരു കാര്യം അവർ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ ഒരു പെട്ടെന്ന് സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആർക്ക് വേണം? ഈ സ്റ്റാഫ് ഓറിയന്റേഷനിലെ ടീമിലെ മെമ്പേഴ്സിന് വേണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ പുതിയ ആൾക്കാർ വരും. അപ്പൊ പുതിയ ആൾക്കാർ വരുമ്പം നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ഉള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് വന്നാലേ കുറച്ച് പഠിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. അങ്ങനെയല്ല, ഈ സ്റ്റാഫ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള സ്റ്റാഫ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു ഓറിയന്റേഷൻ ക്ലിയർ ആവുള്ളൂ. അതായത് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത വർക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷനും മെറ്റീരിയൽസും അത് കിട്ടാൻ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാന്നുള്ള ഇൻഫർമേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറണം. അതാണ് സ്റ്റാഫ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഗൈഡ്ലൈൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. Staff should be offered necessary guidelines. They should be given on how to carry out the assignment. Standard should be stay by the supervisor. General information should be made available and special to individuals assigned to a particular task. Techniques how to perform an activity must be given time schedule. ഇതൊക്കെ തന്നെ ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്, സ്റ്റാഫ് ഓറിയന്റേഷൻ നമ്മൾ പറയുന്നത് തന്നെയാണ്. പുതിയ സ്റ്റാഫ് വരുമ്പോൾ അവർ വർക്ക് ചെയ്യാനുള്ളത് ഇൻഫർമേഷൻ എല്ലാം അവർക്ക് കൊടുക്കുകയും പിന്നെ ആ ഒരു ടൈം ലൈനിലുള്ള എങ്ങനെ ചെയ്യാം, ഓരോ വ്യക്തികൾക്കും ഒരു ടീം അസൈൻ ചെയ്ത് വർക്ക് സെറ്റ് ആക്കി കൊടുക്കുക. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു നിലയിൽ ആ ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഒരു നിശ്ചിത സമയത്ത് ചെയ്യാനുള്ള വർക്കിനെ പറ്റിയുള്ള ടെക്നിക്സും അവർക്ക് അലോക്കേറ്റ് ചെയ്യാം. അതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫ് ട്രെയിനിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെങ്ങനെയാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാഫ് ട്രെയിനിങ് വളരെ അത്യാവശ്യം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? കാരണം ആസ് എ ടീച്ചർ നമ്മൾ ഒരാൾക്ക് സ്റ്റാഫ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങിന് പോയതാ. അതെന്തിനാ ജസ്റ്റ് ട്രെയിനിങ്ങിന് പോണേ, നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇരുന്നാൽ പോരെ. ട്രെയിനിങ് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നതോറും നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് ഈ സ്റ്റാഫ് ട്രെയിനിങ് ഓർ ഗൈഡ് ലൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ദെൻ പ്രൊമോട്ട് റെക്കഗ്നൈസേഷൻ ഓഫ് ഗുഡ് വർക്ക്. Good work should be recognized. This means that the acknowledgement of any good work done must be immediate and made public to others, which will team serve as monitor. നല്ല വാക്കുകൾ പറഞ്ഞാൽ അതെന്നും അംഗീകാരമായിരിക്കും. നമ്മൾ ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് അടുക്കളയിൽ നമ്മൾ നല്ലൊരു ചായ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇന്ന് നിന്റെ ചായ നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി സുഖം ഉണ്ടാവില്ലേ കേൾക്കാൻ. അതേപോലെ തന്നെയാണ് എന്ത് സംഭവം നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ നല്ല പ്രവൃത്തികൾക്കുള്ള അംഗീകാരം ഉടനടി തന്നെ കൊടുക്കണം. അത് മറ്റുള്ളവരെ അറിയിക്കുകയും അവർക്കത് പ്രചോദനം കിട്ടുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾ നല്ല ചായ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് നല്ല ചായ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കും അടുത്തൊരു പരിപാടിക്ക് ഞാൻ തന്നെ ചായ, അങ്ങനെ ഉണ്ടാവില്ലേ. അതാണ് ഈ പ്രൊമോട്ട് റെക്കഗ്നൈസേഷൻ ഓഫ് ഗുഡ് വർക്ക്. ഏത് സമയത്ത് അവർ ചെയ്ത വർക്കിനുള്ള ആ ഒരു ഗുഡ് വിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ പൊതുവായിട്ട് അവർക്ക് കൊടുക്കുക. അപ്പം തന്നെ ആ ഒരു വർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മാക്സിമം ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കും. പിന്നെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ 100% സക്സസ് ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പം പറ്റുന്നുണ്ടാവില്ല.
ചില കാര്യങ്ങൾക്ക് നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ചെയ്ത് വരുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ അതിലുണ്ടാവും. അപ്പം ചില വർക്കുകൾ ചെയ്യുമ്പം അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ തരത്തിലുള്ള ഒരു വിമർശനമൊക്കെ ആവാല്ലേ. അതാണ് ഈ ഒരു ടേം കൊണ്ട് ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ക്രിയാത്മകമായി വിമർശിക്കുക. ഏത് വ്യക്തിയാണോ ജോലി കൃത്യതയില്ലാതെ ചെയ്യുന്നത് അവയെ ക്രിയാത്മകമായിട്ട് വിമർശിക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളും കൊണ്ട് പറയുന്നത്. പക്ഷേ അത് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ചാറ പറ ചീത്ത പറയല്ല കേട്ടോ. കുറച്ചും കൂടെ വ്യക്തിപരമായിട്ട് അവരെ പറയണം, നീ ചെയ്തതിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാന്ന് പറയാ. അപ്പൊ നമുക്ക് ആർക്കാണെങ്കിലും അതൊരു മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ നീ ചെയ്തത് പറ്റബതാ, നീ ഞാൻ സംഭവം തൊടിയെ ചെയ്തെന്ന് പറയുന്നതിനേക്കാളും നല്ലത്, അത് കുറച്ച് ആൾക്കാർ മുന്നിൽ പറയുന്നതിനേക്കാളും നല്ലത് നിനക്ക് ഇതിനെ കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതാണ് ഈ ക്രിയാത്മകമായിട്ടുള്ള ഒരു വിമർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then 6th point, opportunity to improvement. Opportunity to improvement എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ മൂല്യത്തിനനുസരിച്ച് അവരുടെ അവസരങ്ങൾ മെച്ചപ്പെടുത്തണം. The staff should be given an opportunity conform to their worth. They should be encouraged to their used to their inactive, performing their jobs and making decisions. ഒരു വലിയ ഫേമിൽ ഒരു B.Ed ഒക്കെ പഠിച്ച ആളുണ്ടെന്ന് വിചാരിക്കുക. ആ പഠിച്ച ആളെ നമ്മൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് അടിച്ചുവാരനൊക്കെ കൊണ്ടുപോയാകുമ്പം അവര് ഏത് വർക്കിന് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അഫ്കോഴ്സ് അത് ശരിയാണ്. പക്ഷേങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുമോ അത്രയും പഠിച്ചൊരു വ്യക്തി അവരെ മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വർക്ക് നമ്മൾ അസൈൻ ചെയ്യാൻ ശ്രമിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ഓഫീസിലോ എന്തെങ്കിലും ചെറിയൊരു ബെറ്റർ വർക്ക് ചെയ്യാൻ ശ്രമിക്കില്ലേ? അതാണ് ഓപ്പർച്യൂണിറ്റി ഇംപ്രൂവ്മെന്റ്. അത് സ്റ്റാഫ് ഷുഡ് ബി ഗിവൻ ഓപ്പർച്യൂണിറ്റി കൺഫേം ദർ വർക്ക്. അവരുടെ മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുക്കണം? നമ്മൾ അവിടെ സ്റ്റാഫിന് കൊടുക്കണം. അതില് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ഫേമില് 2 പേഴ്സൺ ഉണ്ട്. അത് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരു കുറെ കാലം കൊണ്ട് ആ ഒരു ഫേമിൽ നിന്നിട്ട് ഓരോരോ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് സെറ്റ് ആയ ഒരു വ്യക്തിയാണ്. വേറൊരാളെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മാനേജർ ആവാന്ന് വിചാരിക്കാം. കുറെ കാലം നിന്ന് അവരെ ഏജ് ഒരു ഏകദേശം എത്തിയപ്പോഴേക്കും അവർ മാനേജർ പൊസിഷൻ, പക്ഷെ ജസ്റ്റ് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആ ഒരു ലെവലിൽ നിന്ന് വന്ന് കയറിയിട്ട് കുറെ വർഷങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട ഒരു വ്യക്തിയാണ് ആ ഒരു മാനേജർ പോസ്റ്റിൽ കയറിയത്. തൊട്ടിപ്പുറത്ത് തന്നെ അതേ ഇതുള്ളൊരു ആളുണ്ട്. പക്ഷേങ്കിൽ അയാള് എക്സ്പീരിയൻസ്ഡ് അല്ല, ബട്ട് ഹി എഡ്യൂക്കേറ്റഡ്. അയാൾക്കറിയാം ഒരു BBC കഴിഞ്ഞു, പിന്നെ അതിനെ പോലെ MBA കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പൊസിഷനിൽ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ ആ വ്യക്തിക്കുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയും വന്നു. അപ്പം നമ്മൾ ഒരു വർക്ക് അസൈൻ ചെയ്യുമ്പം, ഒരു വർക്ക് നമ്മൾ അവർക്ക് കൊടുക്കുമ്പം നിങ്ങൾ ആരെയായിരിക്കും കൂടുതലായിട്ട് ചൂസ് ചെയ്യുക? എക്സ്പീരിയൻസ്ഡ് ഉള്ള വ്യക്തിനെയാണോ നമ്മൾ ചൂസ് ചെയ്യുക, അതോ നമ്മൾ പഠിച്ചിട്ട് സ്കിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ആ വ്യക്തിനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുക? ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആളല്ലേ നല്ലത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു ഡോക്ടർ കൂടെ ഒരാൾ കുറെ കാലം വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളാ. അയാൾ പറയാ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നല്ലോണം അറിയാം, കാരണം ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ഡോക്ടറോട് വന്നിട്ട് ഞാൻ ഇതൊക്കെ നല്ലോണം കണ്ട് സെറ്റ് ആയിട്ടുണ്ടെന്നുള്ള പറയുന്ന ഒരാൾക്കാണോ കൊടുക്കുക? അല്ലെങ്കിൽ MBBS സർട്ടിഫൈഡ് ആയിട്ട് വന്ന പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ ടോപ്പായിട്ട് വന്ന ഒരു സർജനാണോ നിങ്ങൾ എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഓപ്ഷൻ കൊടുക്കുക? സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർക്ക്. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാം എനിക്ക് ഈ തെങ്ങ് കയറാൻ എനിക്ക് നല്ലോണം അറിയാം, കാരണം ഞാൻ ഒരു 3-4 വർഷം ഈ തെങ്ങ് കയറാൻ പഠിച്ചിട്ടുണ്ട്, അതായത് പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. കയറി പരിചയമൊന്നുമില്ല, പക്ഷെ പുസ്തകം നോക്കി സർട്ടിഫൈഡ് ആണ്, അത് സീലൊക്കെ വെച്ചിട്ടുണ്ട്, അപ്രൂവ്ഡ്. കാരണം ആ പ്രൊഫഷൻ എനിക്ക് നല്ലോണം അറിയാന്നുള്ളൊരു ആ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ തെങ്ങ് കയറാൻ എനിക്ക് തോന്നുന്നു. അപ്പൊ വേറെ ആളെന്ന് പറയുന്നു ഞാൻ 10-20 വർഷമായി തെങ്ങ് കയറ്റാൻ തുടങ്ങിയിട്ട്, ഞാൻ ആ തേങ്ങ ഇടാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മൾ ആരെ ഓപ്റ്റ് ചെയ്യും? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആള്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഇൻ വർക്ക്. നമ്മൾ ഏത് ജോലി ചെയ്യുന്നു ആ ജോലി അനുസരിച്ചിട്ടാണ് എക്സ്പീരിയൻസും ആ ക്വാളിഫിക്കേഷനും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആവും വേണം, അത്യാവശ്യം എക്സ്പീരിയൻസ് ഏൺ ചെയ്യും വേണം. ആക്ച്വലി ഇനി ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. മീൻസ് അങ്ങനല്ല, എന്റെ ബ്രദർ ഈസ് എക്സ്പീരിയൻസ്ഡ് അല്ല, ബട്ട് ബാങ്കിങ് പോസ്റ്റിംഗ് തന്നെ ന്യൂ ബ്രാഞ്ച് അത് ഓപ്പണിങ്. സെയിം അവിടെ ഒന്നിച്ചിട്ട് 3 കാൻഡിഡേറ്റ് ഉണ്ടായി.
ബട്ട് അവന് എക്സ്പീരിയൻസേ അല്ല, ബാങ്കിന് ഇതൊന്നും എക്സ്പീരിയൻസ് അല്ല. ബട്ട് ഒരാള് ഓൾറെഡി ഈ മാനേജിങ് പോസ്റ്റിൽ 5 കൊല്ലമോ 10 കൊല്ലം എന്തോ എക്സ്പീരിയൻസ്ഡ് അയാള്. ഓ ജസ്റ്റ് MCOM കഴിഞ്ഞിട്ട് അവന്റെ 2-3 അങ്കിത കേൾക്കാൻ പറ്റുന്നില്ല, എന്റെ കുഴപ്പമാണോ? എക്സ്പീരിയൻസ് എല്ലാ സ്ഥലത്തിലും എക്സ്പീരിയൻസ് കോമൺ ആയിട്ട് എടുക്കൂല. മീൻസ് നമ്മളെ ഐഡിയാസ് സോറി ബട്ട് ലഡു ബട്ട് പ്രസന്റ് അവന്റെ മീൻസ് 10 years ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ല ആള് അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അത് നമ്മൾ ഏത് ജോലിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ചില സ്ഥലത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും വേണ്ടി വരിക, ചില സമയത്ത് എക്സ്പീരിയൻസിനെക്കാളും നമ്മൾ സർട്ടിഫിക്കേഷനും ആ ക്വാളിഫിക്കേഷനും ആയിരിക്കും നോക്കുക. അപ്പം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ദ ജോബ്. ഏത് ജോലിയാണോ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവ പറഞ്ഞു വന്നത് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്മെന്റ് എന്നുള്ള പോയിന്റ് ആട്ടോ. അതിൽ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. ഇത് ടെക്സ്റ്റ് റിലേറ്റഡ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചുള്ളൂ. The last one, motivation and encouragement. Staff should be motivated or encouraged to work, increase their productivity. They should be encouraged to boost their ability to achieve organization goal. നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സംഭവിച്ചതായാലും സൂപ്പർ, നീ ചെയ്തത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ഈ സംഭവം കൊള്ളാം, ഇനി കുറച്ചും കൂടെ സെറ്റ് ആവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നോക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് മോട്ടിവേഷൻ. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആ ചെയ്ത വർക്ക് മാക്സിമം നല്ല എഫക്റ്റീവായ ഒരു വർക്കാണ് അവർ ചെയ്തു വെച്ചാൽ നമ്മൾ അതിനെ കുറച്ച് എന്ത് ചെയ്യാം, ആ വർക്കിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക, അത് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പം സ്റ്റാഫ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, വേണ്ട അപ്പുറത്തെ ഉള്ള ചേച്ചി ആയിക്കോട്ടെ, സംഭവം ചെയ്തത് സെറ്റാണെങ്കിൽ എല്ലാവരും പ്രോത്സാഹനം എല്ലാവരും അർഹിക്കുന്നതാണ്. അപ്പം അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അതെന്ത് ചെയ്യും? ആ വർക്കിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ആ ഓർഗനൈസേഷന്റെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു. അപ്പം ബേസിക് പ്രിൻസിപ്പിൾ എഫക്റ്റീവ് സൂപ്പർവിഷൻ എന്നുള്ള പോയിന്റ്സ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 7 പോയിന്റ്സ് ഉണ്ട്. ഹെൽത്തി അറ്റ്മോസ്ഫിയർ, സ്റ്റാഫ് ഓറിയന്റേഷൻ, ഗൈഡ്ലൈൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്, പ്രൊമോട്ട് റെക്കഗ്നൈസേഷൻ ഓഫ് ഗുഡ് വർക്ക്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്മെന്റ്, മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെന്റ്. താങ്ക് യു മാം. കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ് പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡൗട്ട്സ് ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ആഡ്. ഓക്കെ, താങ്ക് യു മാം. മാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നമ്മൾ 9, 10, 11 ഈ 3 ബാച്ച് അല്ലേ നമ്മുടെ PG-യില്? യെസ്, ഓക്കെ ഫൈൻ. ആൻഡ് ടു 9 and 11 അങ്കിതയ്ക്ക് മലയാളം അറിയില്ല. അങ്കിത കാസർഗോഡാണ്. അപ്പൊ അങ്കിത നമ്മുടെ കൂടെ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു സ്പീക്ക് ഇൻ മലയാളം. വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ പ്ലീസ്. അവരോടൊന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്കിത. ക്ലാസ്സിൽ എല്ലാവർക്കും അശ്വതി മാം ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ. സെമിനാർ എടുക്കുന്ന അതിന് മുന്തിയത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. സോ റീജ, ഇറ്റ് വാസ് വണ്ടർഫുൾ. ലൈക്ക് റീജ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു റീജയ്ക്ക് മാർക്ക് ഇടേണ്ടതാണോ, റീജ ട്രൈ ചെയ്താൽ പോരാ. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണ് സെമിനാറിൽ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് 100 മാർക്കിൽ വരുന്ന ഒരു മാർക്കാണ്. പിന്നെ കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്തു റീജ. കാരണം സെമിനാർ ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി മാറ്റി. ഇൻ ബിറ്റ്വീൻ റീജ എല്ലാവരോടും സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. ആക്ച്വലി സെമിനാർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും, ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. പക്ഷെ അത് നല്ലപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നോക്കി. പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിലും അങ്കിത മാക്സിമം എല്ലാവർക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്കിതയുടെ മോനും മേക്ക് സൗണ്ട്സ് ബിക്കോസ് ഇറ്റ്സ് ഹിസ് എൻവയോൺമെന്റ്. അവനെ തടയണ്ട കേട്ടോ. ഓക്കെ, സോ ബേസിക് പ്രിൻസിപ്പിൾ ഫോർ എഫക്റ്റീവ് സൂപ്പർവിഷൻ ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, സോ അതെല്ലാം എല്ലാ പോയിന്റ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇനി ഒന്നും പറയാനില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ ഒരു പ്രൊഫഷനിലേക്കും നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്കും നമുക്ക് ഇത് ശരിക്കും
ആക്ച്വലി വാട്ട് എവർ ഇറ്റ് ബി നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംടൈംസ് നമ്മൾ സൂപ്പർവൈസർ ആകാറുണ്ടല്ലേ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളിലും. പീപ്പിൾ ക്യാൻ അപ്ലൈ ഓൾ ദ തിങ്സ് ടു യുവർ ലൈഫ് ഓൾസോ. നമ്മുടെ ലൈഫിലേക്കും അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പം റീജ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലെ ചേച്ചിയാണെങ്കിലും നമ്മൾ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അപ്രീസിയേഷന് നമുക്ക് ഒരു പിശുക്ക് കാണിക്കേണ്ട. വി ഹാവ് ടു ഡു ലൈക്ക് അതുപോലെ. ഓക്കെ ഫൈൻ. പിന്നെ അത് ഫോർത്ത് പോയിന്റ് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു ഇറ്റ്സ് ദ പ്രോംപ്റ്റ് റെക്കഗ്നിഷൻ ആൻഡ് ഓൺ ടൈം റെക്കഗ്നിഷൻ. പക്ഷെ അത് റീജ അത് പറഞ്ഞപ്പോ പ്രൊമോട്ട് എന്നായി പോയി. പ്രൊമോട്ട് ഈസ് ഓൾസോ ആക്ട് ഫോർ ദാറ്റ് പോയിന്റ്. പ്രൊമോട്ടും അവിടെ ശരിക്കും വേണ്ടുന്ന കറക്റ്റ് തന്നെയാണ്. ഓക്കെ, പ്രോംപ്റ്റ് ആണെങ്കിലും പ്രൊമോട്ട് ആണെങ്കിലും ഇറ്റ്സ് എന്നുവെച്ചാൽ ഇൻസ്പയർ ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യണം, റെക്കഗ്നീഷൻ കൊടുക്കുന്നത് പ്രൊമോട്ട് ചെയ്യണം ഗുഡ് വർക്കിന്. അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓൺ ടൈം എന്നുള്ള ഒരു മീനിങ് വരും. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? യെസ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെയായി പോയതാ, സോറി. നോ നോ നോ, ആ വേർഡും അവിടെ ആപ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്. ശരിയാണല്ലോ, പ്രൊമോട്ടും അവിടെ ആപ്റ്റ് വേർഡ് തന്നെയാണ്. സോ യെസ്, ഇനി ഞാൻ ഷെയർ ചെയ്യും. ഞാൻ റീജ സംസാരിക്കുമ്പോൾ റീജയുടെ വോയിസ് അങ്ങ് ഹൈലൈറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത് കേട്ടോ. So basic principles of for effective supervision ഇനി എടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡൺ. നമ്മൾ എവിടെ വരെ ഇതായിരുന്നു. സൂപ്പർവൈസർ ഇവാലുവേറ്റ്സ് ആൻഡ് മോണിറ്റേഴ്സ് ഇതെല്ലാം ചെയ്ത് പർപ്പസ് ആണ് എടുക്കേണ്ടത്. പർപ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. ആൻഡ് വൺ മോർ തിങ്, ഇനി ആരെങ്കിലും സെമിനാർ കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിവൺ? ക്ലാസ് ടൈമിൽ സെമിനാർ നിങ്ങൾ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് അപ്പൊ തന്നെ 8 പോകും. പിന്നെ വൈവ ടൈമിൽ പിന്നെ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൈവ ടൈമിൽ 2 minutes കിട്ടുള്ളൂ പ്രസന്റ് ചെയ്യാനായിട്ട്. ക്ലാസ് ടൈമിൽ ആക്ച്വലി 5 minutes ആണ്. പക്ഷെ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ 5 minutes എന്നൊരു കൺസ്ട്രെയിൻ ഞാൻ വെക്കാറില്ല. ഓക്കെ, ഇനി ആരുമില്ലല്ലോ, വി ക്യാൻ സ്റ്റാർട്ട് നോ. മാം, അശ്വതി മാമിന്റെ കയ്യിൽ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നോ പ്രോബ്ലം. ഏതെങ്കിലും ടീച്ചറുടെ ക്ലാസ്സിൽ ചെയ്താൽ മതി. മനസ്സിലായോ? ചെയ്തു മാം, കുറച്ചു പേരൊക്കെ ചെയ്തു. ഇനി കുറച്ചു പേർക്ക് പേര് കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഇത് വൈവ ടൈമില് ഒരു ടീച്ചറിന്റെ സെമിനാർ എടുത്താലും പ്രശ്നമില്ലല്ലോ മാം. ഇപ്പൊ നമ്മ അശ്വതി മാം ക്ലാസ്സിൽ എടുത്തു. അപ്പൊ ഞമ്മക്കിപ്പോ വൈവ എടുക്കുമ്പോക്ക് ഒന്നാം നിമ ഇല്ലെങ്കിൽ അപർണ മാം എല്ലാം ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ? അശ്വതി മാമിന്റെ ക്ലാസ്സിൽ പേര് കൊടുത്തു അങ്ങനെ പറയുന്നത്. യു ജസ്റ്റ് ഹാഡ് ഗിവ് everybody name to some other teacher and whether we can do seminar in any teacher's class, right? ചോദിച്ചേ അത് ആകാം, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ കുഞ്ഞെന്തോ എടുക്കുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ സൂപ്പർവിഷനാണ് നമ്മളിപ്പോ എടുക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്കിലെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഒപ്പം അതങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് മാമിന്റെ ക്ലാസ്സിൽ തന്നെ എടുക്കാൻ പറ്റുവാണെങ്കിൽ, മാമിന്റെ ടോപ്പിക് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇൻ ദാറ്റ് ക്ലാസ്, ബിക്കോസ് ക്ലാസ്സിന്റെ ഒപ്പം ആ ഫ്ലോയിൽ അങ്ങ് പോവുമല്ലോ. ഇപ്പൊ ചോദിച്ചത് വൈവ എടുത്ത മാമും സെമിനാർ ചെയ്ത മാമും സെപ്പറേറ്റ് ആണെങ്കിലോ ചിലപ്പോ അതായിരിക്കും ചോദിച്ചത്. വൈവ അതാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പൊ അങ്കിത ക്ലാസ്സിൽ സെമിനാർ എടുത്തോന്ന് വിചാരിക്കാം. വൈവയുടെ സമയത്ത് ജസ്റ്റ് ഇൻഫോം ചെയ്യുക, ആരാണോ വരുന്നത് വൈവയ്ക്ക് ഞാൻ ക്ലാസ്സിൽ സെമിനാർ എടുത്തതാണ്. ക്ലാസ്സിൽ സെമിനാർ എടുക്കുന്ന സമയത്ത് ഏത് ടീച്ചറാണോ ആ ടീച്ചർ ആ സമയത്ത് റീജയുടെ മാർക്ക് ഞാൻ ഇപ്പൊ തന്നെ ഇടും. അപ്പൊ ആ മാർക്ക് എൻ്റെ ഉണ്ടാവും. റീജയെ വൈവ ചെയ്യുന്നത് ഇപ്പൊ അപർണ മിസ് ആണെങ്കിൽ അപർണ മിസ്സിന് ഞാൻ ആ മാർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. മനസ്സിലായി? അപ്പൊ ജസ്റ്റ് ആ മിസ്സിനോട് പറയാ, ഈ ഒരു ടീച്ചറുടെ ക്ലാസ്സിലാണ് ഞാൻ സെമിനാർ എടുത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്യും. സോ ആ മാർക്ക് ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ വൈവയുടെ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ അത് ഷെയർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ഓക്കെ, സോ ഇനി ആരും ഇല്ലല്ലോ. സോ മൂവ് ടു ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ടോപ്പിക് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് എടുക്കായിരുന്നു ക്ലാസ്. സെമിനാർ എടുക്കുമ്പോ പിന്നെ അത് വീണ്ടും വീണ്ടും എടുക്കേണ്ട കാര്യമില്ലല്ലോ. യെസ്.
ആരുമില്ല? നമുക്ക് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് രീതി എടുത്തപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ്. സൂപ്പർവിഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആസ് എ പേഴ്സൺ, ആസ് എ പ്രൊഫഷൻ, നമ്മൾ പലപ്പോഴും ഈ ഒരു റോള് ചെയ്യുന്നവർ തന്നെയാണ്. വി ഓൾ ആർ ഗോയിങ് ത്രൂ ദീസ് ടൈപ്പ് ഓഫ് these type of models. Like sometimes നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങൾക്കായിരിക്കും. സംടൈംസ് നമ്മുടെ വീട്ടിൽ പുറത്ത് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും. സംടൈംസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമുക്കൊരു സൂപ്പർവൈസ് വേണ്ടി വരുന്നത്. എക്സാമിന്റെ ഇൻവിജിലേറ്റർ ആക്ച്വലി ഹി ഈസ് ഡൂയിങ് ഒബ്സർവേഷൻ ആണെങ്കിലും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ. ഓക്കെ, ഈ സൂപ്പർവിഷൻ കുറച്ചുകൂടെ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ചുറ്റുമുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സൂപ്പർവിഷൻ ആയി മാറുവാണ്. സൂപ്പർവിഷൻ, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് അതാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഔട്ട്കം എന്ന് പറയുന്നത് ബെറ്റർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സിറ്റുവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ബെറ്റർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് പേരാണ് അതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുന്നത്. ബെറ്റർ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ആ ടീച്ചർ ഡെവലപ്ഡ് ആകുന്നു. ബെറ്റർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേൺ ചെയ്യുന്ന ലേണർ, കുട്ടികൾ ഡെവലപ്പ് ആകുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുന്ന രണ്ട് കാറ്റഗറി, മെയിൻ ആയിട്ട് വരുന്ന രണ്ട് കാറ്റഗറീസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഒരു ടീച്ചർ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഒരു ഡോമിനന്റ് ആയിരുന്നു. എപ്പോഴും ഒരു ഡോമിനന്റ് ആയിട്ടായിരിക്കും ടീച്ചർ നിൽക്കുക ഒരു പ്ലാറ്റ്ഫോമിന്റെ മുന്നിൽ. ഇപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടു. ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. ടീച്ചർ എന്നുള്ള ആ ഒരു ഇതിന് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടീച്ചേഴ്സ്, കുറച്ച് ടീച്ചേഴ്സ് അങ്ങനെ ഉണ്ടായിരിക്കും. അവര് നമ്മുടെ ഓർമ്മയിലും ഉണ്ടാവും. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില ടീച്ചേഴ്സ് ഉണ്ടാവും. ഇനി ഈ ഇൻഫ്ലുവൻസ് രണ്ട് രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അതായത് ഒരു ടീച്ചർ എങ്ങനെ ആകണമെന്നും ഒരു ടീച്ചർ എങ്ങനെ ആകരുതെന്നും രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെ ആകണമെന്ന് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ എങ്ങനെ ആകരുതെന്നുള്ള രീതിയിൽ ടീച്ചർമാരെ നമ്മൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ടീച്ചർ ബെറ്റർ ആവുക, ടീച്ചറിന്റെ ബെറ്റർ ഡെവലപ്പ് ചെയ്യുക, അതാണ് സൂപ്പർവിഷൻ. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലേണർ, നമ്മുടെ സ്റ്റുഡൻസ്, അവരും ബെറ്റർ ആകും. ഈ രണ്ട് സിറ്റുവേഷൻസ്, ടീച്ചിങ് സിറ്റുവേഷനും ലേണിംഗ് സിറ്റുവേഷനും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് അവർക്ക് എങ്ങനെ ടീച്ചേഴ്സ് എപ്പോഴും കോമ്പീറ്റന്റ് ആയിരിക്കണം. ഈ വർഷം പഠിപ്പിച്ചതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഫോളോ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അവർ അപ്ഗ്രേഡ് ആകണം. അവർ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ സെൽഫ് അനലൈസ് ചെയ്യണം. ഞാൻ ചെയ്തത് ശരിയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ മോണ്ടിസോറി ബാച്ച് തന്നെ 2024 ഫെബ്രുവരിയിൽ തുടങ്ങിയതായിരുന്നു. ഓക്കെ, 2 years ആകാൻ പോകുന്നു. ഈ 2025 തീരാറായി അല്ലെ. അതായത് 19ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നിങ്ങളിപ്പോ 9, 10, 11 ആണ് ഈ ബാച്ചിലുള്ളത്. 19ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 7 ബാച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞു. ഓരോരുത്തരും ഓരോ മേഖലകളിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നവരുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ ഞാൻ ആ ഫസ്റ്റ് ബാച്ചിനെ എങ്ങനെയായിരുന്നു അതുപോലെ അല്ല അടുത്തടുത്ത ബാച്ചിലേക്ക് ഞങ്ങൾ വരേണ്ടത്. ഞങ്ങളും അപ്ഗ്രേഡ് ആകണം. ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യണം. ഞാൻ അവിടെ ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടെ ബെറ്റർ ഇനി ഞാൻ ചെയ്യണം. സെൽഫ് അനലൈസ് ചെയ്യണം, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യണം. നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് അറ്റ് ദ എൻഡ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. പലപ്പോഴും ആളുകള് ജഡ്ജ് ചെയ്യാനും നമ്മളെ സ്വയം ജഡ്ജ് ചെയ്യാൻ മടിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെന്നുള്ളൊരു വേയിലങ്ങ് പോകും. പക്ഷെ ആസ് എ ടീച്ചർ നമുക്ക് വരേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസ്. ഇത് നമ്മളെ തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. നമ്മളങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ താഴ്ത്തുകയല്ല വേണ്ടത്. നമ്മൾ അതിൽ നിന്ന് ഞാനത് മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതില് നമ്മളെ ഇംപ്രൂവ് ചെയ്ത നമ്മൾ ആ ഒരു പൂർണ്ണതയിലേക്ക്, ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തണം എന്നാണ്. പിന്നെ പലപ്പോഴും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് പല പോളിസീസും ലോസും എല്ലാം ഉണ്ടാകും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജ്മെന്റിനനുസരിച്ച് അവിടെയും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
അപ്പൊ സൂപ്പർവിഷന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസീസ് ലോസ് എല്ലാം പ്രോപ്പർ ആയിട്ടാണോ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, അത് പ്രോപ്പർ ആയിട്ടാണോ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ ശരിക്കും വേണ്ടത് സ്റ്റുഡൻസിന്റെ പെർഫോമൻസും നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റും. എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക യൂത്തിന്, ഔട്ട്കം പ്രോഡക്ട്സ് ആയിട്ട് ഇറങ്ങുന്നത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റി എടുക്കുക എന്നുള്ളത്. സാറ്റിസ്ഫാക്ടറി അക്കാദമിക് സ്റ്റാൻഡേർഡ്സ് സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, സ്കൂൾ മാത്രമല്ലല്ലോ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത്. ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സാറ്റിസ്ഫാക്ടറി അക്കാദമിക് സ്റ്റാൻഡേർഡ്സ് സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അത് കുറെ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ ഓക്കെ, കുറെ സ്റ്റാർ ഇട്ട് പോയിന്റ്സ് കാണാം നിങ്ങൾക്ക്. എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഫസ്റ്റ് 4 പോയിന്റ്സ്, സമയമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് 4 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തിട്ട് ക്യാൻ യു എക്സ്പ്ലെയിൻ? മാം ഞാൻ ശ്രമിക്കാം. യെസ് പ്ലീസ്. വെരി ഗുഡ്. Okay, ma'am. The purpose of supervision is to help boost the quality of schools and achievements of students. സൂപ്പർവിഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് സ്കൂളുകളുടെ ഗുണനിലവാരവും വിദ്യാർത്ഥികളുടെ നേട്ടവും വിലയിരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ടു മോണിറ്റർ പേഴ്സണൽ ആൻഡ് സ്കൂൾ ക്വാളിറ്റി ആൻഡ് നാഷണൽ എഡ്യൂക്കേഷണൽ ഗോൾസ്. അതിൽ പറയുന്നത് ജീവനക്കാരുടെയും സ്കൂളിന്റെ ഗുണനിലവാരത്തിന്റെയും വിദ്യാഭ്യാസ നിലവാരത്തിന്റെയും പരിപാലനമാണ് പറയുന്നത്. സ്കൂളിനെ എങ്ങനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ടു എൻഷുർ ദ എസൻസ് ഓഫ് ചാറ്ററിംഗ് സ്കൂൾസ് വർത്തി ടു പ്രൊഡ്യൂസ് വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺ who will serve effectively in all the sectors of the economy where their service are needed. ഇതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും പറയാം മാം. അതില് സ്കൂളിന്റെ പ്രവർത്തനം നല്ല എഫക്റ്റീവായിട്ടും അതിന്റെ സെക്ടേഴ്സ് ഒക്കെ നല്ല സാമ്പത്തികമായിട്ടും നടത്തുക എന്നുള്ളതാണോ മാം? പിന്നെ അടുത്ത പോയിന്റ്, ടു ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദ ടീച്ചിങ് പ്രോസസ് എംപ്ലോയ്ഡ് ടു പ്രൊമോട്ട് ദ പ്യൂപ്പിൾ ലേണിംഗ്. അതിൽ പറയുന്നത് ടീച്ചേഴ്സിനെയും ടീച്ചിങ് പ്രോസസ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് നല്ലപോലെ കുട്ടികളിൽ ലേണിംഗ് വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇത്രയാണ് മനസ്സിലായത്. ഓക്കെ റോഷ്നി, വെരി ഗുഡ്. തേർഡ് പോയിന്റ് ആയിരുന്നല്ലോ ഡൗട്ട്സ് വന്നത്. അതൊന്നുമില്ല, നമ്മൾ പറഞ്ഞല്ലോ പ്രൊഡക്റ്റീവ് ആയിട്ട് മക്കളെ ഇറക്കുക എന്നുള്ളത്. അവരെ നമ്മളുടെ സൊസൈറ്റിക്ക് സർവീസസ്, എല്ലാ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലേ. അപ്പൊ ആ സൊസൈറ്റിയിലേക്ക് വേണ്ടുന്ന സർവീസസ്, ഇപ്പോ എന്താ പറയാ, ഒരു കുട്ടിയെ പഠിച്ചിറങ്ങി ഒരു നല്ലൊരു ടൈലർ ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്ലോത്ത്സ് ആവശ്യമാണ്. എല്ലാവരുടെയും ക്ലോത്ത്സ് നല്ലപോലെ ചെയ്യുക. ഒരു ഡോക്ടർ ആവുക, ഡോക്ടറുടെ സർവീസ് ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു ടീച്ചർ ആണ്, പഠിച്ച് ഇറങ്ങിയ ടീച്ചർ ആവുകയാണെങ്കിൽ ടീച്ചറുടെ സർവീസ് ആ സൊസൈറ്റിയിലേക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആക്കി അവരെ മാറ്റുക. അങ്ങനെ ആ രീതിയിൽ സ്കൂൾസ് നല്ല വർത്തി ആയിട്ട്, നല്ല വിലമതിക്കുന്ന എന്നുള്ളൊരു മീനിങ്, ആ രീതിയിൽ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റോബോട്ടുകളോ അങ്ങനെയുള്ള ഇതായിരിക്കരുത്. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ്, എംപതി, സ്നേഹം, ഇതൊക്കെ മനസ്സിൽ നന്മയുള്ള ഹ്യൂമൻ ബീയിങ്സും ആയിരിക്കണം. അതിന്റെ ഒപ്പം ഒരു ഡോക്ടറുടെ വേജ് മാത്രം, സാലറി മാത്രം നോക്കുന്ന ഒരു ഡോക്ടറാണ്. മറ്റു മനുഷ്യരോട് ആ ഒരു എംപതി, കമ്പാഷൻ, അവരെ സെർവ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ മനസ്സിൽ വേണം. അതുപോലെ ടീച്ചറും അതുപോലെ തന്നെ വരുന്ന കുട്ടികളെല്ലാം ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആയിട്ടായിരിക്കും ഇവർ പോകുന്നത്. എന്നാൽ മാത്രമാണ് സൊസൈറ്റിയെ അവർക്ക് എഫക്റ്റീവായിട്ട് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സെക്ടറിലാണോ അവര് ജോലി ചെയ്യാൻ പോകുന്നത് ആ ജോലിയിൽ അവരുടെ സർവീസ് ഈ ആവശ്യക്കാർക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് തേർഡ് പോയിന്റ് വരുന്നത്. ഓക്കെ റോഷ്നി, വെരി ഗുഡ്.
നമുക്ക് മനസ്സിലായി ഓവറോൾ നമ്മൾ പറയുമ്പോൾ സ്കൂളിന്റെ ക്വാളിറ്റിയും കുട്ടികളുടെ അച്ചീവ്മെന്റ്സും ആ ഒരു രീതിയിൽ തന്നെ വരുന്നു. ഓക്കെ, പിന്നെ ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്യണം. എഡ്യൂക്കേഷണൽ ഗോൾസ് അത് സെറ്റ് ചെയ്ത് പോകണം ആ ഒരു രീതിയിൽ. പിന്നെ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, ടീച്ചിങ് പ്രോസസ്, ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒരു ടീച്ചറിന്റെ ഒരു ബിഹേവിയർ, ടീച്ചറിന്റെ ഒരു സ്മൈല് വരെ പലപ്പോഴും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ദിവസവും നല്ല കുട്ടികളോട് വളരെ പ്ലീസിങ് ആയി പെരുമാറുന്ന ടീച്ചർ ഒരു ദിവസം വളരെ മുഖം കറുപ്പിച്ച് നിൽക്കുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് ദ കിഡ്സ്, അല്ലെ, കുട്ടികളെ വല്ലാതെ ബാധിക്കും. അപ്പൊ അതൊക്കെ തന്നെ അപ്പൊ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നല്ല ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇൻവേഴ്സ്ലി ആയി പോകരുത്, അല്ലെ, നല്ല രീതിയിൽ. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു ടീച്ചർ എങ്ങനെ ആകണം എന്ന് പഠിക്കണം. നമ്മൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എങ്ങനെ ആകരുതെന്ന് ഒരിക്കലും അങ്ങനെയുള്ള ടീച്ചർമാര് ആകാതിരിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് 4 പോയിന്റ്സ് ഇതുപോലെ ആരെങ്കിലും വായിച്ചിട്ടൊന്ന് റീഡ് ചെയ്യും, വായിച്ചിട്ടൊന്ന് പറയും. To ensure that each individual teacher within the school system has been performing the duties for which he was scheduled. ഓരോ ടീച്ചേഴ്സിനും ഇന്ന ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും മുന്നേ. അപ്പൊ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും സൂപ്പർവിഷൻ കടമയാണ്. നെക്സ്റ്റ്, to know the direction of the school and to recognize some of its most urgent needs. സ്കൂളിന്റെ കറണ്ട് അവസ്ഥ എന്താണ്, എന്നിട്ട് അർജന്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറൽ നീഡ്സ് ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. ടു നോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് വിത്ത് ടീച്ചേഴ്സ്. ഓരോ ടീച്ചേഴ്സിന്റെയും അവരവരുടേതായ ക്ലാസ് റൂം എങ്ങനെയൊക്കെ അവർ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. ടു ഡിസ്കവർ സ്പെഷ്യൽ എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് പോസ്റ്റ് ബൈ ടീച്ചേഴ്സ് ഓർ ലെക്ചേഴ്സ് ഇൻ ദ സ്കൂൾ. ഏതെങ്കിലും ടീച്ചേഴ്സ് പുതുതായിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, അത് എങ്ങനെ കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണോ അത് കുട്ടികളെ ബാധിക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസർ കടമയാണ്. ഓക്കെ, അപ്പം ഓരോ ഇൻഡിവിജ്വൽ ടീച്ചർ സ്കൂൾ സിസ്റ്റത്തിൽ വരുന്നത് അവരുടെ ഡ്യൂട്ടീസ് നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ടോ? ഓക്കെ അമൃത, വെരി ഗുഡ്, താങ്ക് യു. നമ്മളിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ചില ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസർ നോക്കും. എന്തിനാ സൂപ്പർവൈസർ അങ്ങനെ നോക്കുന്നത്? നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ പണിഷ് ചെയ്യാനല്ല, നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്, അവിടെ നമുക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, ആ ഒരു രീതിയിലാണ്, ഒരു ഫ്രണ്ട്ലി മാനറിലാണ് സൂപ്പർവിഷൻ ശരിക്കും വേണ്ടത്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല, നമുക്ക് ചിലപോലെ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, എന്തോ ആവാലോ. അപ്പൊ അങ്ങനെ ആ ചെയ്യാതിരിക്കുന്നവരെ പണിഷ് ചെയ്യുക. പണ്ടത്തെ രീതി അതായിരുന്നു, ഒരു ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു, അല്ലെ, ഏകാധിപത്യം പോലെ റൂൾ ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, വളരെ പ്ലീസിങ് ഫ്രണ്ട്ലി മാനറിൽ. നമ്മൾ പറഞ്ഞു ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, അല്ലെങ്കിൽ ആ ഒരു ചില വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ ഓരോ ബ്രാഞ്ചുകൾക്കും HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതി വെക്കും. അങ്ങനെ അവരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുടെ കാര്യങ്ങൾ അവർ നോക്കും. അവിടെ എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ ഉള്ള മാനറായിരിക്കും. സ്കൂളിന്റെ ഇപ്പൊ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതും കൂടെ വരുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം എപ്പോഴും മാനേജ് ചെയ്യും. ക്ലാസ് റൂമിലെ മാനേജർ എന്ന് പറയുന്ന ടീച്ചർ തന്നെയാണ്. ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന ആള് ടീച്ചർ ആയിരിക്കും. അത് എഫക്റ്റീവ് ആയിട്ടാണോ ആ ക്ലാസ് റൂം മാനേജ്മെന്റ് നടക്കുന്നത് എന്നുള്ളതും സൂപ്പർവൈസർ നോക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും. പിന്നെ പലപ്പോഴും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ലെക്ചർ എന്ന് പറയുന്നത്, ഇപ്പൊ മാത്സിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ ലെക്ചർ എന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ വേറെയും സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അതില് അതും സൂപ്പർവൈസർ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് 4 പോയിന്റ്സ് ഇതുപോലെ വായിച്ച് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ നിങ്ങളുടെ ഐഡിയാസോ നിങ്ങളുടെ തോട്ട്സോ ആഡ് ചെയ്യാം പ്ലീസ്. പറയട്ടെ. ഇത് PGയുടെ ടോപ്പിക്സ് ഭയങ്കര ഒരു ഡ്രൈ ടോപ്പിക് ആണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡിൽ എടുത്തു പോകുന്നത്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് വലിയ ബോറടിക്കില്ല. യെസ് പ്ലീസ്. ആരാ നെക്സ്റ്റ് 4 പോയിന്റ്സ്?
To know the effective next. Yes. Okay, ma'am. To know the effectiveness of classroom management by teachers lecture. To know the effectiveness of classroom management by teachers. ഒരു ക്ലാസ് റൂമിൽ ആ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യാം, അത് മാനേജ് ചെയ്യുന്നുള്ള എത്രത്തോളം ആ ക്ലാസ് റൂം മാനേജ് ചെയ്യാന്നുള്ള ഒരു ബോധം ടീച്ചർമാർക്ക് ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭൂരിഭാഗം ടീച്ചേഴ്സും ക്ലാസ് റൂമിൽ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് എല്ലാം റീൽസ് ഒക്കെ കണ്ട് റീൽസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എത്ര ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഓരോരോ നമ്മൾ റീൽസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു മൊട്ടമാഷൊക്കെ ഉണ്ട് കുട്ടികളായിട്ട് എടുക്കുന്നത്. അത് അവര് എടുക്കുന്ന മെത്തേഡ് നമുക്ക് കാണുമ്പോൾ ഇപ്പം നമുക്ക് ഗൈഡ് ചെയ്യാൻ തന്നെ കുറേ സോഴ്സ് ഉണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഈ ബി എഡ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് തന്നെ അപ്പുറത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പോയി ഇരിക്കാനും പറ്റില്ല. പക്ഷെ എങ്കിൽ ഇപ്പം ഓരോരോ ടീച്ചേഴ്സ് എത്ര ഭംഗിയായിട്ട് ഓരോരോ ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു ബോധം തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പൊ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്ന പിള്ളേരാണെങ്കിൽ ഒറ്റയടിക്ക് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നേക്കാൾ നല്ലത് പെട്ടെന്ന് നമ്മളൊരു ക്ലാപ്പ് 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 എന്ന് പറഞ്ഞൊരു സോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേരുടെ ശ്രദ്ധ നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പം ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ള ഒരു അവബോധം ടീച്ചർക്ക് വേണം. The next one, to assess the tone of school and identify some of its most urgent needs. ഓരോ ക്ലാസ് റൂമിന്റെയും ടോൺ നമ്മൾ അസസ് ചെയ്യണം. ഓരോരോ പ്രാവശ്യം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, ഓരോരോ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയൊക്കെ എവിടേക്കൊക്കെ കുറച്ച് നെഗറ്റീവ്സ് വരുന്നത് അതെല്ലാം അസസ് ചെയ്യും. അത് മനസ്സിലാക്കിയും കൊണ്ട് ആ ഒരു നീഡ്സ് എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു സൂപ്പർവിഷന്റെ ഒരു കടമയാണ്. നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് എ ഗൈഡ് ഫോർ എ സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ബെറ്ററായ കാര്യമാണ്. അതെന്ന് വെച്ചാൽ സ്റ്റാഫ് റൂം എങ്ങനെയൊക്കെയാണെങ്കിലും കൂടെ ആ ഒരു സ്റ്റാഫ് കുറച്ച് ഡെവലപ്പ് ആയിട്ടില്ല, ഈ പണ്ടത്തെ രീതിയിൽ തന്നെ എടുക്കുന്നത് വെച്ചാൽ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര എഫക്റ്റീവാണ് ഈ ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി, സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പലതരത്തിലുള്ള ഓരോരോ ഇൻഫർമേഷൻ, കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതികൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് പഠിപ്പിച്ചു നോക്കൂ. സോഷ്യൽ സയൻസിന്റെ ഓരോരോ ഓരോരോ സംസ്ഥാനങ്ങളുടെയൊക്കെ പാഠ്യരൂപത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിത് എത്ര കഷ്ടപ്പെട്ടാണ് ഇത് ഓരോരോ ഭാഗം കുത്തി വരച്ച് ഇപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ടീച്ചർമാർ ക്ലാസ് എടുക്കണേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അതൊരു മാക്സിമം മോട്ടിവേഷൻ ആണ്. അപ്പൊ ടു പ്രൊവൈഡ് എ ഗൈഡ് ഫോർ സ്റ്റാഫ് ഡെവലപ്മെന്റ്, ടു പ്രൊവൈഡ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് ഫുൾ പിക്ചർ ആസ് അവൈലബിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫുൾ പിക്ചർ പ്രൊവൈഡ് ചെയ്യണം. ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്, നമ്മൾ ഓരോരോ മാസം ഇന്നൊക്കെ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്, പിന്നെ അതുകൂടാതെ ഇത്തരത്തിലുള്ള ചില കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. അത് ഈ സൂപ്പർവിഷന്റെ ഒരു പർപ്പസ് ആണ്. To ensure that public funds on education are integrity spent in the school. അതെന്താ മാം? ഇന്റലിജന്റ്ലി 4 points മതി. നെക്സ്റ്റ് 4 points നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഓക്കെ, 4 points റീജ നല്ലപോലെ പറഞ്ഞു. പിന്നെ ശരിക്കും ക്ലാസ് റൂം മാനേജ്മെന്റ്, ക്ലാസ് റൂമിലെ മാനേജർ ടീച്ചറാണ്. ആ ടീച്ചർ അല്ലെങ്കിൽ ലെക്ചർ അവർ നല്ലപോലെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും സ്കൂളുകൾക്ക് സംടൈംസ് അർജന്റ് നീഡ്സ് വരും. ഫോർ എക്സാമ്പിൾ, എന്റെ മോള് പഠിക്കുന്ന സമയത്ത് 10th ഇവരുടെ സ്കൂളില് മാത്സ് ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രശ്നം. അപ്പൊ മാത്സ് ടീച്ചർ എടുക്കുന്നത് ആർക്കും അങ്ങ് പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർക്കും ടീച്ചറെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോ ഞാൻ ആ സമയത്ത് മാത്സിന്റെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മോൾക്ക് പ്രശ്നമില്ല, കാരണം അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അവള് പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനും കൂടെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്നൊരു ചെറിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. അവിടെ 21 കുട്ടികളും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി ടഫാ. അപ്പൊ ഞാൻ ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ എനിക്ക് അതിനൊരു സൗകര്യം സ്കൂളിലാണ് കിട്ടുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ മറ്റേ മാത്സ് ടീച്ചർക്ക് ഒരു വിഷമവും വരരുതല്ലോ, അവരുണ്ടായിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ. കാരണം കുട്ടികളും പാരന്റ്സും പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങി, ടീച്ചർ പറയുന്നതൊന്നും മനസ്സിലാവുന്നത്. അപ്പൊ ടീച്ചർ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിട്ടോ ആ ഒരു മാത്സ് ടീച്ചറോട്. ടീച്ചർ ആക്സെപ്റ്റ് ചെയ്തു, അത് ശരിയാണ്, ഞാൻ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, പ്രണവിയുടെ അമ്മ വന്ന് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ചെന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ സ്കൂളിന്റെ അന്നത്തെ സ്പെഷ്യൽ നീഡ് കുട്ടികളുടെ 10th ആണ്. അപ്പൊ അവർക്ക് ഏത് സബ്ജക്റ്റിലാണോ അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ആ സബ്ജക്റ്റിൽ അവർക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആണെങ്കിലും എവിടെന്നെങ്കിലും വേണം. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു. അപ്പൊ അർജന്റ് നീഡ്സ് എന്താണോ അത് ആക്സസ് ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇതും സൂപ്പർവിഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഒരു പ്രൊവൈഡ് ഗൈഡ് ഫോർ സ്റ്റാഫ് ഡെവലപ്മെന്റ്. പിന്നെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വലിപ്പം, ലൈക്ക് ചെറിയ സ്കൂൾ ഉണ്ടാകാം, എലിമെന്ററി സ്കൂൾസ് മാത്രം 4ാം ക്ലാസ് വരെയും, ചിലത് 5th സ്റ്റാൻഡേർഡ് തുടങ്ങി 10th വരെയുള്ളത് ഉണ്ടാകും, ചിലത് KG സെഷൻ തുടങ്ങി ഹയർ സെക്കൻഡറി വരെ +2 വരെ ഉണ്ടാകും. അങ്ങനെ ഏത് ലെവലിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അവർ എന്തെല്ലാമാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അവൈലബിൾ ആണോ എന്നുള്ളതും സൂപ്പർവിഷൻ നോക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് 4 പോയിന്റ്സ് ആരെങ്കിലും റീഡ് ചെയ്തു. ഇന്റലിജന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്, അതായത് ബുദ്ധിപരമായിട്ട് എന്നുള്ളത് തന്നെ, അതായത് നമ്മള് ടൈം വെറുതെ മിസ്യൂസ് ചെയ്യാതെ ആ ടൈം കാര്യമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്ന രീതി. അല്ലെങ്കിൽ ഇവിടെ ഫണ്ടാണ്, ഫണ്ട് കുറേ ഫണ്ട് കിട്ടും സ്കൂളുകൾക്ക്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫണ്ട് കിട്ടും. ആ ഫണ്ട് വളരെ കൃത്യമായി ബുദ്ധിപരമായിട്ട് അതിനെ കാര്യക്ഷമമായിട്ട് പ്രയോഗിക്കുക, സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് 4 പോയിന്റ്സ് ആരെങ്കിലും മുന്നോട്ട് വരും? ആരുമില്ലേ? ഇത് ഒരു ബാച്ചിലെ കുട്ടികൾ മാത്രമാണോ വായിക്കണേ? എനിക്കൊരു സംശയം. ബാക്കി ബാച്ചുകൾ മിണ്ടാതിരിക്കുവാണ്. ഒറ്റ ബാച്ചാണ് PG എന്ന് പറഞ്ഞാലും, ബട്ട് നിങ്ങളൊന്ന് മെർജ് ആവണം, എല്ലാവരും തമ്മിലൊന്ന് ഒരു കണക്ഷൻ ആവണം. മാം, ഞാൻ പറയാം. To fulfill the requirement for registering a school for public examination. ഒരു പബ്ലിക് എക്സാമിനേഷന് വേണ്ടി സ്കൂളിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വേണമെന്ന് ചെക്ക് ചെയ്യുക, അത് ഫുൾഫിൽ ചെയ്യാം. To examine record keeping in accordance with the German educational laws and regulations. ജർമ്മൻ എഡ്യൂക്കേഷണൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല മാം. To develop a favorable climate for effective teaching and learning. ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിനും ലേണിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു ഫേവറബിൾ ക്ലൈമറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പർപ്പസ്. താങ്ക് യു മാം. ജർമ്മൻ എഡ്യൂക്കേഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ലോസും റെഗുലേഷൻസും. ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്, ആവശ്യമായിട്ടുള്ള. ചുമ്മാ കുറെ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ റെലവെന്റ് ആയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്, അതാണ് റെലവെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. റെലവെന്റ് ആയിട്ടും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. ആ സ്കൂളിന്റെ ഒരു എക്സാമിൻ, റെക്കോർഡ് കീപ്പ്, എന്ത് കാര്യമാണെങ്കിലും, സ്കൂളിൽ എന്തൊക്കെ ആവശ്യങ്ങളാണെങ്കിലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിചാരിക്കുമ്പോഴായിരിക്കും ആ സ്കൂളിന് ആവശ്യമില്ലാത്തൊരു ലോ കാരണം അത് തടസ്സപ്പെടുന്നത്. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, റെലവെന്റ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കിടയ്ക്ക് അതൊന്ന് മാറ്റി കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ലോ ആണെങ്കിലും എളുപ്പമായിരിക്കും. ഒരു നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു എൻവയോൺമെന്റ് എഫക്റ്റീവ് ടീച്ചിങ്ങിനും അതുപോലെ തന്നെ ലേണിങ്ങിനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൂപ്പർവിഷന്റെ ഒരു പർപ്പസ് കൂടി വരുന്നത്. പിന്നെ പബ്ലിക് എക്സാമിനേഷൻസിനൊക്കെ കുട്ടികൾ പോകുമ്പോൾ നമുക്കറിയാം സ്കൂളിൽ നിന്ന് തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് പാരന്റ്സിനെ ഇൻഫോം ചെയ്യും കുട്ടികൾ വഴി. അങ്ങനെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുത്തുവിടും. ഇപ്പോൾ 10th എക്സാം, പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മിക്ക കുട്ടികളുടെയും ഇപ്പൊ രജിസ്ട്രേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. 10th കുട്ടികളുടെ പാരന്റ്സിന് അറിയാം. ഇതൊക്കെയാണ് നമ്മൾ പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ റീഡ് ചെയ്തെടുത്തതാണ്. അടുത്തത് 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സെമിനാർ എടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ സമയം പോലെ ഏത് ടീച്ചറിന്റെ ക്ലാസ്സിലാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അവിടെ കൺവീനിയന്റ് ആയിട്ട് എടുത്തോളൂ കേട്ടോ. എടുക്കാൻ പറ്റാത്തവരെ യെസ്, ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻസ് ഞാൻ എടുക്കാം.
ഏതാണ്? Types of supervisions. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആണോ? ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ അവിടെ 5 എണ്ണം കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുവാണോ അതോ 5ഉം എടുക്കുവാണോ? 5 എടുക്കാം. കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോ 5 മിനിറ്റ്സിനേക്കാൾ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. കാരണം ചിലതിനൊക്കെ നല്ലപോലെ പറയാനുണ്ട് ചില സൂപ്പർവിഷനൊക്കെ. കാരണം ഇതില് ഏതോ ഒരു നോക്കിയിട്ട് പേരെന്തായിരുന്നു? ഫെബിന. ഫെബിന നോക്കിയിട്ട് ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ അപ്പോഴേക്ക് എത്തില്ല, അവിടെ അടുത്ത ക്ലാസ് ആണല്ലോ. അപ്പോ എന്നെ മെസ്സേജ് ചെയ്യോ എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പൊ നോക്കുമ്പോ ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം എടുക്കാനാണെങ്കിൽ ഐ വിൽ ഗിവ് യു മോർ ടൈം. നമുക്ക് പറയാൻ പറ്റില്ല. അതിലെ നമുക്ക് എന്താ പറയാ, കറക്റ്റീവ് സൂപ്പർവിഷൻ ഒക്കെ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അപ്പൊ അതുകൊണ്ട് കൊയാസീവ് മാത്രമാണ് നമുക്ക് കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ലാത്തത്. കാരണം വെച്ചാൽ അത് നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് സൂപ്പർവിഷൻ അല്ല ടീച്ചിങ് ഫീൽഡില്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ടീച്ചിങ് ഏരിയയിൽ വരുന്ന സൂപ്പർവിഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ പറയേണ്ടി വരുള്ളൂ. നോക്കിയിട്ട് പറയും. ഓക്കെ, ഇനി നമ്മള് 7 C's ആണ് എടുക്കേണ്ടത്. സക്സസ്ഫുൾ സൂപ്പർവിഷൻ. ഞാൻ ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ മാത്രം ഇപ്പൊ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് എടുക്കുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, അതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് വണ്ണിലെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ ആണ് പറയുന്നത്. നമ്മൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വേണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോൺവെർസേഷൻ നല്ല രീതിയിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്, കോൺവെർസേഷനും ഉണ്ട് കേട്ടോ ഈ 7 C'സില്. ഇതില് എഫക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ. സംടൈംസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം കോൺവെർസേഷൻ. ലൈക് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കുറച്ച് പേഴ്സണൽ ആകാം. അതേസമയം കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തെ പറ്റി, ടോപ്പിക്കിനെ പറ്റി തമ്മിൽ സംസാരിക്കുന്നത്. അത് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടൈറ്റിലില് സീല് തുടങ്ങുന്ന ഒന്നും കാണുന്നുണ്ടാവില്ലായിരിക്കാം. ദാറ്റ് ഇസ് കൊഹസീവ്നെസ് ആണ് സെക്കൻഡ് സി. കൊഹസീവ്നെസ് മാം ശരിയാണ്. ഈ ഭാഗം സെമിനാർ എടുക്കാൻ നോക്കിയിട്ട് ഈ സീസ് നോക്കിയിട്ട് ഞാൻ കുറെ പിന്നെ ഞാൻ ഇവിടെ 7 C എവിടെ എനിക്ക് കാണാത്തയാണോ, ഞാൻ ഇത് നോക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നേരം തപ്പി. പിന്നെ അത് സി കാണാത്തോണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കി വിട്ടതാണ്. അതിനകത്ത് ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് എൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റിക്കിംഗ് ടുഗദർ, എല്ലാവരും കൂടെ ഒരു ടീമായിട്ടിരിക്കുന്നത്, ജോയിന്റ് ആയിട്ടിരിക്കുന്നത്, അതാണ് കൊഹസീവ്നെസ്. അത് വേണമെന്നാണ് പറയുന്നത്, ഗ്രൂപ്പ് കൊഹസീവ്നെസ്. അതിലെ സി കൊഹസീവ്നെസ് ആണ്. പിന്നെ നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ്, അതാണ് നെക്സ്റ്റ് തേർഡ് വണ്ണിന്റെ സി വരുന്നത്. അതൊരു കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. ഒരു കണക്ഷൻ, നമ്മൾ നല്ലൊരു കണക്ഷൻ, ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ തമ്മിലുണ്ടായിരിക്കണം. അതായത് ഒരു സൂപ്പർവൈസർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം കാര്യങ്ങൾ. അതിപ്പോ ടഫ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് എന്നോട് അത് സംസാരിക്കൂലേ. അപ്പൊ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു നമ്മളെ എന്താ പറയാ, ഇൻസ്പയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഈവൻ ദോ നമ്മുടെ ഭാഗത്തൊരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ദാറ്റ് ഇസ് ഒരു സൂപ്പർവൈസറും അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഫോർത്ത് സി എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് എവറിത്തിങ്, എല്ലാം കൂടി ചേരുന്ന രീതിയിൽ കോംപ്രിഹെൻസീവ് ആയിരിക്കണം മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ മാത്രം എയിം ചെയ്യുന്നതല്ല, എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. അടുത്തത് ക്രിയേറ്റീവ്. നെക്സ്റ്റ് ഫിഫ്ത്ത് സി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആണ്. സിക്സ്ത് വൺ ഇവിടെ ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി. ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ്, അതാണ് അടുത്തതിൽ വരുന്ന സിക്സ്ത്. സയന്റിഫിക് ആയിരിക്കണം. നമ്മളിപ്പോ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുവാണെങ്കിൽ അത് ക്രിട്ടിക്കലും കൺസ്ട്രക്റ്റീവും ആയിരിക്കണം. അല്ലാതെ ഭയങ്കര പണിഷ്മെന്റ് കൊടുക്കുന്ന രീതി ആകരുതെന്ന്. വളരെ ക്രിയേറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ഒരു കുട്ടി ഇത്തിരി ലോ ആണ് ചില കാര്യങ്ങളിൽ, ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ രീതിയിൽ ടീച്ചേഴ്സ് ആക്കണം. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കേസിലാണെങ്കിലും സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അവരെയും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ ആ ഒരു രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവിടുത്തെ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ്. നെക്സ്റ്റ് വൺ
ഇവിടെ ക്രിറ്റിസിസം എന്താണ് അവിടെ വരുന്ന സി എന്ന് പറയുന്നത്, അത് നമുക്ക് സെൽഫ് ക്രിറ്റിസിസം ആണ്. നമ്മളത് സി ആയിട്ട് എടുത്തിരിക്കുവാണ്. സെൽഫ് ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം, ബട്ട് ടു അവർ സെൽഫ്, നമ്മളിലേക്ക് തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. ദാറ്റ് ഈസ് അവിടുത്തെ ഒരു സി എന്ന് പറയുന്നത്. ഇതാണ് 7 C's ഓഫ് മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇത് സക്സസ്ഫുൾ സൂപ്പർവിഷന് ഈ സി അത്യാവശ്യമാണ്. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ, then cohesiveness, communicating, then comprehensive, creative, constructive, അടുത്തത് constructive, critical and constructive. Next criticism, that is self criticism ആണ്, but our C is criticism, that is to ourselves. ഇതാണ്. ഇതിനി എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും. 7 C's നിങ്ങൾക്ക് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു. ടൈറ്റിൽ മനസ്സിലായല്ലോ. ഈ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനില് എന്തൊക്കെയല്ലേ പേര് പറഞ്ഞേ, മറന്നുപോയി. യെസ് ഫെബിന മാം. ഈ 5 പേഴ്സണോ ഓരോന്നും എടുത്ത് സബ്ജക്റ്റ് ആക്കി എടുത്തൂടെ? അങ്ങനെ എടുക്കാം. 5 പേർക്ക് ഈ 5 ടോപ്പിക് സെമിനാർ ആയിട്ട് എടുക്കാം. പക്ഷെ നിങ്ങൾ അത് നെക്സ്റ്റ് ക്ലാസ്, അതിന്റെ അടുത്ത ക്ലാസ്, അങ്ങനെ അടുത്ത ക്ലാസ്സുകളിൽ തന്നെ എടുക്കൂ. കാരണം നമ്മുടെ ഈ ലെസൺ തീരുന്നതിന് മുമ്പ് ഈ സൂപ്പർവിഷനിലെ ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്തത് അതും ഒരുമിച്ച് തീരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടില്ല. ഈ ലെസൺ ഞാൻ എൻഡ് ചെയ്തു, അടുത്ത ലെസൺ തുടങ്ങുന്നതിന്റെ ഇടയ്ക്ക് സൂപ്പർവിഷനകത്തെ ടോപ്പിക് സെമിനാർ എടുക്കരുത്. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? നമ്മളുടെ ലെസണും സെമിനാറും ഒരുമിച്ച് ഒരു റിതമായിട്ട് പോകണം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കും അത് ഫ്ലോ കിട്ടില്ല. വേറൊരു ടോപ്പിക് എടുക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറൊരു ടോപ്പിക് സെമിനാർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനെ കണക്ട് ചെയ്യുന്ന ടോപ്പിക് സെമിനാർ എടുക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മാക്സിമം ഐ ആം ട്രൈങ് ടു മേക്ക് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്കും അറിയാൻ ഈ ടോപ്പിക് ഞാൻ PG ക്ലാസ്സിൽ നിന്ന് ഒഴിവാവാൻ നോക്കിയതായിരുന്നു, ബട്ട് ഐ ഹാവ് ടു ടേക്ക്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ പറയാനുണ്ടാവും. എനിവേ, ജസ്റ്റ് ട്രൈ ടു ഡു. നമുക്ക് മോർ എക്സാം ആവുമ്പോഴേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ, ശരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം ഇതിന് അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്യുന്നതാണ് വലിയൊരു ടാസ്ക്. എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും, മിക്കവർക്കും ഫുൾ മാർക്കും 90 above ഒക്കെയാണ്. 98, 98, 98 പറഞ്ഞാൽ മിക്കവർക്കും മാർക്ക് ഇടും. ഒരെണ്ണെങ്ങാനും തെറ്റിയെങ്കിലും 100ഉം ഉണ്ടാവും. എക്സാം സിമ്പിൾ ആണ്, ഈസിയാണ്. പക്ഷെ ഇത് നമുക്കൊരു ബാലികേറാമല പോലെ തോന്നും, അതുപോലെ ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുവാണല്ലോ. അപ്പൊ അതൊരു ടാസ്ക് ആണ്. അപ്പൊ ഇതൊന്ന് കവർ ചെയ്യുന്നത് നമ്മളൊന്ന് ഒരുമിച്ച് പരിശ്രമിച്ച് മോർ പ്രൊഡക്റ്റീവ് ആക്കാം. സോ അപ്പൊ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഈ ടൈമിംഗ് ആണ് പറ്റാത്ത. ഉറക്കം വരലും ഇങ്ങനെ വൈഡ് ആയിട്ട് പഠിക്കല് എല്ലാം കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരിക്കല്ലേ. അത് ശരിയാ. അതുമല്ല, മിക്കവാറും 1:30 ക്ലാസ്സിൽ കയറിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും നല്ല പണി. 1:30 ബാച്ച് ആരും ഇല്ല തോന്നുന്നു. 9th ബാച്ച് 10:30, 10ഉം 10:30 തന്നെയല്ലേ? നിങ്ങൾ 11കാരാണ് 12:30ക്കും 1:30ക്കും. 10th ബാച്ച് 12 o'clock മാം. 12 o'clock. ഓക്കെ ഓക്കെ. ഞാനിപ്പോ 11ന്റെ ക്ലാസ് 11നും ഞങ്ങൾ എല്ലാരും കൂടെ 1:30 ക്ലാസ്സും കഴിഞ്ഞ് ഭക്ഷണം ഓടിച്ചാടി കഴിച്ച് ഓടി വന്നതേ ഉള്ളൂ. ഫ്രൈഡേസ് ഞാനും 11ലുള്ളവരും ഒരുപോലെയാ. എനിക്ക് ഇവിടെ 1:30 ആണ് മാം ക്ലാസ്. ദുബായിലായതുകൊണ്ട് ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഈ സമയത്ത് മോനെ പിക്ക് ചെയ്യാൻ പോണം, വരണം, അതിനിടയ്ക്ക് അവനെ കഴിപ്പിക്കണം, ഹസ്ബൻഡ് വരും. അപ്പൊ എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല, കാരണം ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് വരും. ഇവര് TV, ഒരാൾ ടാബ്, അതിലൊക്കെ പരിപാടികളാ. സോ ഭയങ്കര കഷ്ടമായി ഈ സമയത്ത്. ചിലപ്പോ ഞാൻ ആ ½ an hour ഇരുന്നിട്ട് പിന്നെ കട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെയാ. 2:30 വെച്ച് എന്താന്ന് വെച്ചാൽ 1:30 to 2:30 ടീച്ചേഴ്സിന് വേറെ ക്ലാസ് ഉണ്ടാവും. അവരൊന്ന് ഫ്രീ ആയി ഓടി വരുമ്പോഴല്ലേ ക്ലാസ്. അതുകൊണ്ടാണ് 2:30. അല്ലെങ്കിൽ പിന്നെ നമ്മള് പിന്നെ 3:30 വരെ ഉള്ളൂ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിന്റെ ടൈം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന് എടുക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരുന്നത്. എനിവേ, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാം. ഇങ്ങനെ വായിച്ച് പോകുന്നത് താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ ഫൈൻ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.